അകത്ത് പിതാപുത്ര പരിശുദ്ധാത്മാവാണ് വസിക്കുന്നത്. അത് മനസ്സിലാക്കി എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അപ്പം യേശു മൂലം ജീവിക്കണമെങ്കിൽ ആ യേശുവിനെ ഭക്ഷിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശക്തിയും അധികാരവും കൊടുത്തിരിക്കുക. ആർക്കാ കൊടുത്തിരിക്കുന്നത്? സുവിശേഷം പറയുന്ന, സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന അവർക്ക് രോഗിയുടെ മേലുള്ള അധികാരം, സൗഖ്യമാക്കുവാനുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ്. ഭൂതങ്ങളുടെ മേലുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ്. സുവിശേഷം പറയാൻ നടക്കുന്നവരൊന്ന് കരയുയർത്തിയ മനസ്സിലാക്കണം. ആർക്കാ ഈ അധികാരം ഇരിക്കുന്നത്? ആർക്കാ ഇരിക്കുന്നത്? അപ്പോസ്തലന്മാർക്ക്. അപ്പോസ്തലന്മാര് 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. അവൻ പന്തിരി വരെ അടുക്കൽ വിളിച്ചു സകല ഭൂതങ്ങളുടെ പേരും വ്യാധികളെ സൗഖ്യമാക്കുവാൻ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. അപ്പൊ ഈ 10-ാം വാക്യത്തില് 10-ാം അധ്യായത്തിൽ വരുമ്പോൾ ശിഷ്യന്മാര്, ഈ അപ്പോസ്തലന്മാര് പോയി രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടക്കുന്നെന്ന് വന്ന് യേശുവിനോട്, ഗുരുവിനോട് പറഞ്ഞപ്പോഴാ ഗുരു പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. അവ സുവിശേഷ പ്രവർത്തനം ചെയ്യാത്ത, സുവിശേഷം പറയാത്തവർക്കല്ല ഈ അധികാരം ദൈവം തന്നിരിക്കുന്നത്. പിശാചിന്റെ മേൽ ജയിക്കണ്ടേ? ഭൂതത്തിന്റെ മേൽ ജയിക്കണ്ടേ? ജയിക്കണമെങ്കിൽ നിങ്ങൾ സുവിശേഷം പറയുന്നവരായിരിക്കണം. സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ അയ്യോ നിനക്ക് കഷ്ടം, കഷ്ടം, കഷ്ടം. സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ എന്താണ്? കഷ്ടമാണ്. ഇനി നിങ്ങളെ വിളിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്. 1 പത്രോസ് 2:9 പറയാണ്, നിങ്ങളോ അന്ധകാരത്തു നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. നമ്മളെ വിളിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്. അന്ധകാരത്തു നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. നമ്മളെ വിളിച്ച ആ ദൈവത്തിന്റെ സൽഗുണത്തെ ഘോഷിപ്പാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാം വിളിക്കപ്പെട്ടവരല്ലേ? ആണോ? എന്തിനു വേണ്ടിയാ വിളിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാ വിളിച്ചിരിക്കുന്നത്? ദൈവം വിളിച്ചിരിക്കുന്ന വെറുതെ അല്ല, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. ഒന്ന് നിങ്ങൾ എടുത്ത് വായിച്ച് 1 പത്രോസ് 2:9. നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. അപ്പൊ നോക്ക്, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ്. വിളിച്ച ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. നാം ആരാണ്? തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനവുമാണ്. നമ്മളെ വിളിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ വന്ന് ഇരുന്നിട്ട് പോകാനല്ല, വിളിച്ചവന്റെ സൽഗുണം. ഇപ്പൊ ഞാന് ഇന്നത് കഴിഞ്ഞിട്ട് നേരെ എവിടെയാ പോകുന്നതെന്നറിയാം? മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജിലാണ്. ഇന്ന് നാളെ സെന്റ് ആൻഡ്രൂസിൽ മാസ്റ്റർ ക്ലീറ്റസുമായിട്ട് അവിടെ പരസ്യത്തിനൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 2 ആഴ്ച കൊണ്ട് ആളുമായിട്ട് പോകുന്നത്. ഒരേ ദിവസവും ഇതാണ്. ചൊവ്വാഴ്ച രാവിലെ പ്രാർത്ഥന, ഉച്ച കഴിഞ്ഞിട്ട് പരസ്യവും. ചൊവ്വാഴ്ച രാവിലെ എൻ്റെ വീട്ടിലെ പ്രാർത്ഥന. അപ്പൊ ഈ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിച്ചാലേ ദൈവം ഓട്ടോമാറ്റിക് ആരോഗ്യം, ബലവും ശക്തിയും എല്ലാം തരും. 10-35 വർഷമെങ്കിലാകും മരുന്ന് കഴിക്കാതെ ദൈവം എന്നെ സൗഖ്യത്തോടെ ബലത്തോടെ നടത്തും. കാര്യം എന്താണ്? ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നത് കൊണ്ട് ദൈവം ഒരസുഖവും വരുത്തുന്നില്ല. പ്രഷറുമില്ല, ഡയബറ്റിക്കുമില്ല, കൊളസ്ട്രോളുമില്ല, യാതൊന്നുമില്ലാതെ സുഖമായിട്ട് നടത്തിയാണ്. വെള്ളിയാഴ്ച മാത്രം ഒരു ഇങ്ങനെ എന്തോ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ പെട്ടെന്ന് ഒരോടൊക്കെ, എന്നാലും ഇപ്പോൾ ഒക്കെ 90% ഒക്കെ ആയി. പറഞ്ഞോട്ടാ, ദൈവാത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിച്ചാൽ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കും. തലമുറകൾ അനുഗ്രഹിക്കപ്പെടണ്ടേ? അനുഗ്രഹിക്കപ്പെടണോ?
അപ്പോൾ ഇന്ന് മുതൽ സൽഗുണങ്ങളെ പോഷിപ്പാൻ ട്രാക്റ്റ് വേണമെങ്കിൽ ഞാൻ തരാം. ഒരു ട്രാക്റ്റും കൊണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലോ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലും പോകണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അതിനുവേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം. ഇനി സുവിശേഷം പറയാതെ പ്രസംഗിക്കാതെ ആര് കേൾക്കും? കേൾക്കാതെ ആര് രക്ഷിക്കപ്പെടണ്ടേ? അനേക രക്ഷയിലോട്ട് വരണ്ടേ? അപ്പൊ പ്രസംഗിക്കാതെ എങ്ങനെയാ കേൾക്കുന്നത്? അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നവരായിരിക്കണം, സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നവരായിരിക്കണം. പ്രിയ സഹോദര സഹോദരി, ദൈവം തന്ന ആരോഗ്യം, ദൈവം തന്ന ബലം, ദൈവം തന്ന ധനം, ദൈവം തന്ന ശക്തി, ഇതൊക്കെ എന്ത് ചെയ്യണം? ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണം. ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ശക്തിയെക്കുറിച്ച് ഞാൻ 2-3 കാര്യം പറഞ്ഞിട്ട് എൻ്റെ സമയം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തിയെക്കുറിച്ച് 2-3 കാര്യം പറഞ്ഞിട്ട് ഞാൻ ഏതിലൊക്കെ ശക്തിപ്പെടാം? ഒന്ന്, കർത്താവിലും